അത് ഹൈക്കോടതിയുടെ വിധി നേരത്തെ ഉള്ള കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ, എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കണം. ഡാറ്റ ചോർത്തൽ വലിയ കുറ്റകൃത്യമാണ്. എൻ്റെ വ്യക്തിപരമായ ഡാറ്റ ചോർത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം പല രീതിയിൽ. ഇപ്പോൾ സൈബർ ഫ്രോഡുകൾ കൂടി നടക്കുന്ന കാലമാണ്. മാത്രമല്ല ഡാറ്റ വിൽപ്പനയ്ക്ക് വയ്ക്കും. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഡേറ്റ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ ചോരാൻ പാടില്ല. ഡാറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അതറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. ഗൗരവതരമായൊരു കാര്യമാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ, ഗൗരവതരമായ വിധി നേരത്തെ. അതാണിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത്. ഗുരുതരമായ തെറ്റാണ്. ആ ഒരു മെസ്സേജ് പോലും അയക്കാൻ പാടില്ല. അത് ഡേറ്റ പുറത്തുവിടാൻ പാടില്ല. ഡേറ്റയ്ക്കൊരു സുരക്ഷിതത്വമുണ്ട്, ഡേറ്റ സെക്യൂരിറ്റി ഉണ്ട്. ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇവരെല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുക. എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ഈ ഇലക്ഷൻ്റെ അവസാന സമയത്ത്, ഖജനാവിൽ 5 പൈസയില്ലാത്ത സമയത്ത് കോടികൾ ചെലവഴിച്ച് ഇവർ പ്രചരണം നടത്തുകയാണ്. കോടികൾ. എല്ലാ പത്രങ്ങളിലും കോടികളുടെ പരസ്യം, എല്ലാ സ്ഥലത്തും പരസ്യം. കേരളം മുഴുവൻ ഹോർഡിങ്ങൾ എടുത്തിട്ട് കോടികളുടെ പരസ്യം. ഒരു പൈസയില്ലാത്ത സംസ്ഥാനത്ത്, എല്ലാത്തിനും ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് ഈ പണം മുഴുവൻ ബാക്കി കടം മേടിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ ചുമട്ടുതൊഴിലാളി ഫണ്ടിൽ നിന്ന്, ക്ഷേമനിധിയിൽ നിന്ന് 250 കോടി രൂപ എടുക്കാൻ പോകുന്നത്. 100 കോടി കഴിഞ്ഞ വർഷം കൊടുത്തിട്ട് തിരിച്ചു വച്ചിട്ടില്ല. ഈ വർഷം 250 കോടി എടുക്കാൻ പോകുന്നു. എവിടെ നിന്നെല്ലാം കടമെടുക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം കടമെടുക്കുക. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് 10,000 കോടി എടുക്കാൻ. എന്നിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമാണ്. സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. അല്ല, അത് ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ അവിടെ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. കാരണം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത് എന്ത് രേഖയാണ്? CPMൻ്റെ സർക്കുലറാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്ന ആരാ? പൈസ കൊടുക്കുന്നത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം. CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്തു വന്നില്ലേ? തുടർ ഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMൻ്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചെലവാക്കിക്കോ. നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ച് തുടർ ഭരണം ഉറപ്പാക്കാൻ വരണ്ട.